സെറ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ബുദ്ധിമുട്ടുള്ള വളരെ റെയറായിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഒന്നാണിത്. ഇത് ബുദ്ധിമുട്ടെന്ന് പറയാനൊന്നുമില്ല. ഇങ്ങനെ ഒരു സെറ്റ് ബിൽഡർ ഫോം വന്നിട്ടുണ്ട്. ഇതിൻ്റെ റോസ്റ്റർ ഫോം എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ടു ഈക്വൽ ടു 0 ആണ്. അതായത് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകൾ 10ാം ക്ലാസ് ലെവലിൽ പറയുകയാണെങ്കിൽ ഈ ഒരു സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസ് കാണാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ രൂപത്തിൽ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് എഴുതുക ഈക്വൽ ടു 0 എന്നുള്ളത്. എന്നിട്ട് 10ാം ക്ലാസ്സിലേക്ക് ഒന്ന് തിരിച്ചു പോവുക. അവിടെ ചെയ്താലേ എ ഈക്വൽ ടു 1 കാരണം 1x², ബി ഈക്വൽ ടു 1 കാരണം 1x, സി ഈക്വൽ ടു -2. അത് വെച്ചിട്ട് എക്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് b² മൈനസ് 4ac/2a. ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് എക്സ് കാണുന്നൊരു പരിപാടി 10ാം ക്ലാസ്സിൽ ചെയ്തല്ലേ. അപ്പോൾ ബീൻ്റെ സ്ഥാനത്ത് -1 ഇട്ട് കൊടുത്തു, -1 ആയി. പ്ലസ് ഓർ മൈനസ് റൂട്ട് b² മൈനസ് 4ac 1² മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ -2. ഇവിടെയൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാം. 2 ഇൻറ്റു 1. ഓക്കെ, പലരുടെയും ഈ ലൈനിൻ്റെ നീളം കുറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ തന്നെ വേണം. -1 പ്ലസ് ഓർ മൈനസ് റൂട്ട്, ഇത് ബ്രാക്കറ്റിനകത്തുള്ള നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 9 ആണ്, /2. അതായത് -1 പ്ലസ് ഓർ മൈനസ് 3/2 വരും. എക്സിൻ്റെ വാല്യൂസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ -1 പ്ലസ് 3/2 അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ -1 മൈനസ് 3/2. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 എന്ന് കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് -2 എന്ന് കിട്ടും. അതായത് എക്സ് 1 ആവാം, എക്സ് -2 ആവാം. അതായത് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകൾ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 1ഉം എക്സ് ഈക്വൽ ടു -2 ആണ്. സോ നമുക്ക് റോസ്റ്റർ ഫോം എന്ത് എഴുതാം? എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ, അത് സെറ്റ് ബിൽഡർ ഫോമിനാണല്ലേ അങ്ങനെ പറയാം. എ ഈക്വൽ ടു സെറ്റ് 1 -2. ഇതാണ് ആൻസർ. ഈ രൂപത്തിൽ തന്നു കഴിഞ്ഞാൽ നിങ്ങളതിനെ സോൾവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, കിട്ടുന്ന സൊല്യൂഷൻസ് ആൻസറായിട്ട് എഴുതി കൊടുക്കുക. ഇതിലുള്ള ഒരു അപകടം ഞാൻ പറയാം. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ മേ ബി ഈ ക്വസ്റ്റിനല്ല, ചിലപ്പോൾ 3/2 എന്നൊക്കെ കിട്ടാം. ഓക്കെ, പക്ഷേ ഇവിടുത്തെ ആറിന് പകരം എന്നോ സെഡോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ 3/2 എഴുതരുത്. ഓക്കെ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടുത്തെ സെറ്റ് 6 ആയതുകൊണ്ടാണ് ഞാൻ കിട്ടിയ 2 ആൻസറും ഒരു മടിയില്ലാതെ എഴുതിയത്. ചിലപ്പോൾ ആൻസറേ ഉണ്ടാവില്ല, സൊല്യൂഷനേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പറൊക്കെ വന്നാൽ നമ്മൾ സൊല്യൂഷൻ ഇല്ല, റിയൽ നമ്പേഴ്സ് സൊല്യൂഷൻ ഇല്ല എന്ന് പറയാം. റൂട്ടിനകത്ത് നെഗറ്റീവ്, ശരിക്കും പറഞ്ഞാൽ കോംപ്ലക്സ് സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാവാം. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണമെന്നില്ല. ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇല്ല, അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ സൊല്യൂഷൻസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ സെറ്റിൽ empty സെറ്റൊക്കെ എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ റിയൽ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മടിയും കൂടാതെ കിട്ടിയ സൊല്യൂഷൻസ് രണ്ടും എഴുതിക്കൊള്ളുണ്ടോ. അല്ല ഇൻറ്റിജേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രാക്ഷനൊന്നും എഴുതി കൊടുക്കരുത്. ഇവിടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ചെയ്യാനൊരു ക്വസ്റ്റ്യൻ, എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ x² മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. ഇതൊന്ന് ചെയ്ത് നോക്കൂ. ആൻസർ എന്താ കിട്ടുന്നത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ.